ഹേ ഓൾ, ഈ വീഡിയോ ഒരു 14 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ അവരുടെ പാരൻസും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ നേരിടുന്ന ഒരു സമയമാണിത്. അവർ 9ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സിൻ്റെ അവസാന കാലഘട്ടത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അവരവരുടെ ലൈഫിൽ നെക്സ്റ്റ് ഇയറിൽ അവർ ഒരു കൺഫ്യൂഷനിലെത്തും. ഇനി എന്ത് പഠിക്കും? അവരുടെ കുടുംബത്തിൽ നിന്നും അതേപോലെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ പല കരിയർ ബിൽഡ് ചെയ്യാമെന്നുള്ള സജഷൻസ് കേട്ടിട്ട് വലിയൊരു കൺഫ്യൂഷൻ. അതേപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് അവർ ഓൾറെഡി ഒരു കൊമേഴ്സോ അതേപോലെ തന്നെ സയൻസോ ഹ്യൂമാനിറ്റീസൊക്കെ എടുത്തിട്ട് അവരിനി അടുത്ത ഒരു ഘട്ടത്തിലോട്ട് എങ്ങനെ പോകുമെന്നുള്ളൊരു കരിയർ പ്ലാനിങ്ങിൽ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ നേരിടുന്ന ഒരു സമയമാണ്. നമുക്കറിയാം എങ്ങനെ ഈ ഒരു പ്രതിസന്ധിനെ നമുക്ക് മറികടക്കാം. മറ്റുള്ളവരുടെ സജഷൻസ് കേട്ട്, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് നല്ല ജോലി കിട്ടി എന്നുള്ള ഒറ്റ പേരിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കോഴ്സ് എടുത്ത് പഠിക്കണോ, അതല്ല നമ്മൾക്ക് നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ഉള്ള കോഴ്സ് എടുക്കണോ എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കോഴ്സ് എങ്ങനെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്നത് പഠിച്ചാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? വേറൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന ആ ഒരു പോയിന്റും ഇതാണ്. നിങ്ങൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ നേരിടുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാരൻ്റ് ആണോ, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട ടൈം, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുക, അഭിരുചി നിർണ്ണയം ഇപ്പോൾ നടത്തുക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടി ഏത് കരിയർ മേഖലയിലേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് അതിൽ നിന്നൂടെ കിട്ടും. എങ്ങനെ ഈ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം? ഒരുപാട് സെൻറ്ററുകൾ ഇപ്പോൾ ഉണ്ട്, ഒരുപാട് അംഗീകൃത സ്ഥാപനങ്ങൾ കേരളത്തിലും വിദേശത്തായിട്ടൊക്കെ അവൈലബിൾ ആണ്. അത് ഏറ്റവും നല്ല സെൻറ്റർ ഏതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾക്ക് നടത്താൻ പറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ നേരിടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രതിസന്ധിക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ടിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഏറ്റവും നല്ല ആപ്റ്റിറ്റ്യൂഡ് എവിടെ കിട്ടണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യുക, ഞാൻ അതിന് മറുപടി തരാം. എന്നിരുന്നാലും നല്ലൊരു രീതിയിലുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ എല്ലാ പുതിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് see you next time. Thank you.